യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു CRT ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായത്, ലൈക്ക് ഹയർ ടൈം ഫ്രെയിം ഔട്ട്ലുക്ക് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയത്, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ആക്ച്വലി നമ്മളൊരു ബിയറിഷ് ആയിട്ടായിരുന്നു ഉണ്ടായത്. ഓക്കെ, ലാസ്റ്റ് ബിയറിഷ് മൂവ്മെൻറ്റ് ഇതായിരുന്നു. ഓക്കെ, സോ അവിടെ നമുക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ഫിബ് ലെവൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് രണ്ട് സപ്ലൈ FVGs നമുക്ക് അൺടെസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺടെസ്റ്റഡ് ആയിട്ടില്ല, ഒന്ന് ഓൾറെഡി ടെസ്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു FVG ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു FVG ആയിരുന്നു ആക്ച്വലി നമ്മൾ കീ ലെവലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഓവറോൾ കാണാൻ കഴിയും പ്രൈസ് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ മുന്നുണ്ടായിരുന്ന ഒരു FVG പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു ഡിമാൻഡ് FVG സപ്പോർട്ട് എടുത്തു, വീണ്ടും പ്രൈസ് മേലോട്ടേക്ക് വന്നു. അഗെയിൻ പ്രൈസ് ഒരു മേലോട്ടേക്ക് മൂവ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ബുള്ളിഷ് FVG ഉണ്ടായിരുന്നു, അത് ടെസ്റ്റഡ് അല്ലായിരുന്നു ആ സമയത്ത്. അതുപോലെ ഇതും അൺടെസ്റ്റഡ് ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓവറോൾ ഔട്ട്ലുക്ക് നമുക്ക് ഒരു ബിയറിഷ് FVG ടെസ്റ്റ് ചെയ്യാത്തതും അതുപോലെ ഒരു ബുള്ളിഷ് FVG ടെസ്റ്റ് ചെയ്യാത്തതും. ആക്ച്വലി നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഔട്ട്ലുക്ക് ഇതായിരുന്നു. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ആക്ച്വലി നമുക്ക് അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു FVG ഇവിടെ കണ്ടിരുന്നു. അതുപോലെ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇവിടെയും അൺടെസ്റ്റഡ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് FVG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ട്രേഡ് എടുത്തത് ആക്ച്വലി 4 ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ബിയറിഷ് FVG എന്നൊരു സ്ട്രോങ് റിയാക്ഷൻ താഴോട്ടേക്ക് കിട്ടിയ ശേഷമാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു പ്രീവിയസ് വീക്ക് ഹൈ ടേക്ക് ചെയ്തു. ആൻഡ് നമ്മൾ ആ ഒരു സപ്ലൈ FVG ടാപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്കൊരു സ്ട്രോങ് റിജക്ഷൻ കണ്ടു. ഓക്കെ, സോ ഇതാണ് നമ്മളെ റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം റിജക്ഷൻ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് കീ ലെവലായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്തു നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു FVG റിയാക്ട് ചെയ്ത ശേഷം ഫോം ചെയ്ത ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു CRT ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ നമുക്ക് ലോ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൈസ് താഴെ ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഡെയിലി FVG ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റിലേറ്റീവ്ലി ഈക്വൽ ലോസ്, എന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഉള്ള ഈ ഒരു ക്യാൻഡിൽസ് ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, ലിക്വിഡിറ്റീസ് എടുത്തിട്ടില്ല. അതുപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 4 ക്യാൻഡിൽസും പ്രൈസ് എന്താണ് ലിക്വിഡിറ്റി ലോ ടേക്ക് ചെയ്തിട്ടില്ല. സോ ദർ ഈസ് എ ചാൻസ് താഴോട്ടേക്ക് വരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത് ഒബ്വിയസ്ലി 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത ശേഷം CRT ഹൈ ടേക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ CRT ഹൈ ടേക്ക് ചെയ്തു. നമ്മൾ ഓൾറെഡി ഉള്ളത് ഒരു സപ്ലൈ കീ ലെവലിലാണ്. ഓക്കെ, സോ ഈ ഒരു കീ ലെവലിലേക്ക് പ്രൈസ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കാം. കാരണം നമ്മൾ CASD നോക്കുന്നത് ഒബ്വിയസ്ലി ഏറ്റവും ലാസ്റ്റ് അപ്പ് ക്ലോസ് മൂവ്മെൻറ്റിൻ്റെ ബോഡി ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് ലെവലിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക CASD ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ലൈക്ക് ഇതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് നോക്കാം. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു FVG ഫോർമേഷനുണ്ട്, ഒരു ബുള്ളിഷ് FVG ഉണ്ട്. ഓക്കെ, സോ ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യാറുള്ളത് FVG ഇൻവേർഷൻ പ്ലസ് CASD ഈ രണ്ട് കൺഫർമേഷൻ ഒരുമിച്ച് തരാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ A+ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈമും അത് എന്ത് ചെയ്യാറുണ്ട് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം ഇവിടുന്ന്
ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പിന്നെ CSD പോയിന്റ് കൺസിഡർ ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ലൈൻ ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കറക്റ്റ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു FVG ഇൻവേഴ്സായി. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു പോയിന്റ് CSD കൺഫേം ആയി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, CSD പോയിന്റിൽ റീടെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലെ. ആൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് CRT ലോ. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു സോൺ അവിടെ വന്നിട്ട് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഒരു സ്ട്രോങ് റിയാക്ഷൻ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി ആക്ച്വലി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ട്രേഡായിരുന്നു നമുക്ക് ന്യൂയോർക്കിൽ ATM ക്യാൻഡിൽ അല്ലെങ്കിൽ ATM CR ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്നൊരു സ്ട്രോങ് മൂവ്മെൻറ്റ് താഴോട്ടേക്ക് വന്ന ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് നമുക്ക് വീണ്ടും ഒരു 50 മിനിറ്റ് FVG ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അടുത്തൊരു കീ ലെവലായിട്ടുണ്ടായത്. അല്ലാതെ നമുക്ക് വേറെ കീ ലെവൽസൊന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ത് ചെയ്യാം, താഴോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ 8 AM ക്യാൻഡിൽ. ഓക്കെ, നമുക്കിവിടെ കറക്റ്റ് എന്ത് ചെയ്തു, ആ ഒരു കീ ലെവലിലാണ് ആക്ച്വലി 8 AM ക്യാൻഡിൽ ഫോം ആയത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 8 AM ഹൈ. ഓക്കെ, ആൻഡ് 8 AM ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മളെ എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നു, 8 AM ഹൈ എടുത്ത് നമ്മൾ ഓൾറെഡി ഉള്ളത് കീ ലെവലിലാണ്. 8 AM ഹൈ ടേക്ക് ചെയ്ത ശേഷം പ്രൈസ് നമ്മുടെ ആ ഒരു 4 hour CRT ലോയിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരും എന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, സോ നമുക്ക് ഇനി 1 മിനിറ്റിൽ എന്ത് ചെയ്യാം, കൺഫർമേഷൻ നോക്കാം. ഓക്കെ, ഓക്കെ, സോ നമുക്ക് 8 AM ഹൈ. ഓക്കെ, അതുപോലെ 8 AM ലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഉള്ളത് ഒരു FVG കീ ലെവലിലാണ്. സോ ഫസ്റ്റ് പ്രൈസ് വന്നു, 8 AM ഹൈ ടേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, കറക്റ്റ് നമുക്ക് ആ ഒരു 8 AM ഹൈ ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 8 AM ഹൈ ടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് FVG 1 മിനിറ്റിൽ ഇതായിരുന്നു. ഓക്കെ, ഇത് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ, ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്രൈസ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ്, ആ ഒരു ബുള്ളിഷ് പ്രൈസ് ഡെലിവറി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, CSD ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. പ്രൈസ് അഗെയിൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ ആ ഒരു നമ്മുടെ 1 മിനിറ്റ് FVG റിയാക്ട് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് മേലോട്ടേക്ക് വന്നു. ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ക്ലിയർ ക്ലോസിങ് ആ ഒരു FVGൻ്റെ താഴെ തന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഷുഡ് ബി ഈ ഒരു ഹൈൻ്റെ മേലെ കീപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ഒരു CRT ലോ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ട്രേഡ്. ഓക്കെ, സോ ലെറ്റ്സ് സീ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് അവിടെ റിയാക്ട് ചെയ്ത് എന്ന് നോക്കാം. കാണാൻ പറ്റും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടാർഗറ്റ് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഈ 2 ട്രേഡ്സുകളായിരുന്നു നമ്മൾ ഈ ഒരു വീക്ക് ഗോൾഡിൽ
എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിന് ശേഷം നമ്മളൊരു ലോങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, വേറെ പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.